നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാധിക ശരത് കുമാർ എന്ന തമിഴ് നടി 46 വർഷത്തോളം സിനിമാ രംഗത്തുള്ള അല്ലെങ്കിൽ സിനിമാ രംഗത്തെ അനുഭവമുള്ള പ്രവർത്തിക്കുന്ന ആ നടി ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തമിഴ് സിനിമാ രംഗത്തെ പറ്റിയല്ല, മലയാള സിനിമാ രംഗത്തെ പറ്റിയാണ് അവർ ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ കൂടുതൽ ഞെട്ടൽ ഉളവാക്കുന്നത്. കാരണം ഇത്രയും ദിവസം നമ്മൾ കേട്ട കാര്യമല്ല, അവർ അതിലും കടുത്ത രീതിയിലുള്ള ഞെട്ടൽ ഉളവാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്കായി കൊടുക്കുന്ന ക്യാരവാനുകളിൽ CCTV ക്യാമറകൾ വെക്കുമായിരുന്നു എന്നും അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ആ ദൃശ്യങ്ങൾ നടന്മാരെല്ലാം കൂടെ ചുറ്റും കൂടിയിരുന്ന് കണ്ട് രസിക്കുമായിരുന്നു എന്ന ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കേട്ട അറിവല്ല, അവരവരുടെ കണ്ണിന് മുന്നിൽ കണ്ട കാര്യമാണ്. അതിനുശേഷം അവർ ബഹളം വെക്കുകയും ചെയ്തിട്ടുള്ള കാര്യം അവർ പറയുന്നുണ്ട്. അപ്പോൾ രാധിക ശരത് കുമാർ എന്ന ആ നടി ഒരുപക്ഷെ എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല ആ നടി ആരാണെന്ന്. പക്ഷേ ശ്രദ്ധേയമായ 2 സിനിമയിൽ അവർ മലയാളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത കാലം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു സിനിമ ഒരുപക്ഷെ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. രാമലീല എന്ന സിനിമയാണ്. ദിലീപ് എന്ന നടൻ ഏറ്റവും കൂടുതൽ വിവാദത്തിലകപ്പെട്ട ആ സമയത്ത്, അറസ്റ്റും മറ്റുമൊക്കെ നടന്ന ആ സമയത്ത് തന്നെ റിലീസായി വലിയ വിജയം കൊയ്ത ഒരു സിനിമയാണ് രാമലീല എന്ന സിനിമ. പിന്നീട് നടൻ മോഹൻലാലിനൊപ്പം ഇട്ടിമാണി എന്ന് പറഞ്ഞ മറ്റൊരു സിനിമയുണ്ട്. ആ സിനിമയിലും ഇവർ തന്നെയാണ് അഭിനയിച്ചത്. ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഓർമ്മയിൽ വന്ന 2 സിനിമകൾ ഇതാണ്. മറ്റേതെങ്കിലും സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരുപക്ഷെ അഭിനയിച്ച് കാണണം. പക്ഷേ എങ്കിലും ഏത് സിനിമ സെറ്റിൽ വെച്ചാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് മലർന്നു കിടന്ന് തുപ്പിയാൽ സ്വന്തം ദേഹത്ത് തന്നെ അല്ലെങ്കിൽ നെഞ്ചിൽ തന്നെയാണ് വീഴുന്നത്, അതുകൊണ്ട് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല എന്ന് അവർ പറയുകയാണ്. അവർ വെറും ഒരു നടി മാത്രമല്ല എന്നവർക്ക് അവിടെ രാഷ്ട്രീയമായിട്ടും സിനിമാ മേഖലയിലുമൊക്കെ അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരത് കുമാർ എന്ന നടൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടിയാണ് ഈ രാധിക ശരത് കുമാർ എന്ന വ്യക്തി എന്നിടത്താണ് അവർ പറയുന്ന കാര്യങ്ങളുടെ പ്രസക്തി ഇരിക്കുന്നത്. അവർ പറയുന്നത് മലയാള സിനിമാ രംഗത്തെ കാര്യമാണ്. ഇവിടെ നടന്മാർക്കൊക്കെ ക്യാരവാനുള്ള കാര്യം നമുക്കറിയാം, പിന്നീട് നടിമാർക്കുമൊക്കെ ക്യാരവാൻ വന്നു തുടങ്ങി. പക്ഷേ നടിമാർക്ക് ക്യാരവാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ഡ്രസ്സിംഗ് റൂമിൽ അല്ലെങ്കിൽ അവരുടെ ബാത്റൂമിലും മറ്റുമൊക്കെ ഇതുപോലെ ഒളിക്യാമറയും CC ക്യാമറയും ഒക്കെ വെക്കുമായിരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ നടന്മാരെല്ലാം കൂടി ചുറ്റും കൂടിയിരുന്ന് കണ്ട് രസിച്ച് കമൻറ്റ് പറയുമായിരുന്നു. അത്തരമൊരു കാഴ്ച അവർ കണ്ടു. അതിനുശേഷം അവർ ബഹളം വെക്കുകയും മറ്റുമൊക്കെ ചെയ്ത കാര്യമാണ് അവർ പറയുന്നത്. കൂടുതൽ പറഞ്ഞാൽ കൂടുതൽ നാറേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പും അവർ കൊടുക്കുന്നുണ്ട്. ഈ മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്രയും ഈ പുകഞ്ഞ് പൊട്ടിത്തെറിക്കാറായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇത് കൂടുതൽ വിവാദമാവാൻ കാരണം തന്നെ മലയാളത്തിലുള്ള 2 നടിമാർ പറഞ്ഞ കാര്യങ്ങളല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ജൂനിയർ നടിമാർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരുപക്ഷെ അവർക്ക് വേണ്ട പ്രതിഫലം കിട്ടാത്തതുകൊണ്ടോ അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ടോ പറഞ്ഞതിൻ്റെ കൊതിക്കറിവുകൊണ്ട് പറഞ്ഞതാണ് എന്ന് നമുക്ക് കൂട്ടാം. എന്നാൽ ബംഗാളി നടിയായിരുന്ന മറ്റൊരു ബംഗാളിലെ ഒരു നടിയുണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലെ നടിയും, ഈ 2 പേര് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ശരിക്കും പറഞ്ഞ ഗൗരവമുള്ള കാര്യം. ബംഗാളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര എന്ന നടിയുടെ വെളിപ്പെടുത്തലിലാണ് സംവിധായകനും തിരക്കഥാകൃത്തും അതേപോലെ തന്നെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ചെയർമാനുമൊക്കെ ആയിരുന്ന രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നത്. അതേപോലെ തന്നെ ഇപ്പോഴിതാ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് രാധിക ശരത് കുമാറാണ്. നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ 2 സിനിമകളാണ്. ഈ 2 സിനിമകൾ ഏതെങ്കിലും ഒരു സിനിമയുടെ സെറ്റിലെ കാര്യമാണോ അവർ പറഞ്ഞതെന്നറിയില്ല, ഇനി മറ്റേതെങ്കിലും സിനിമയിലെ കാര്യമാണോ എന്ന് പറഞ്ഞതെന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മലയാള സിനിമാ രംഗത്തെ കാര്യമാണ് അവർ പറഞ്ഞത്. മലയാള നടന്മാരെ പറ്റിയാണ് പറഞ്ഞത്. ഈ രഹസ്യമായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അവർ നടിമാരറിയാതെ അവരുടെ നഗ്ന ചിത്രങ്ങൾ CCTV വഴിയും അതേപോലെ തന്നെ ഒളിക്യാമറ വെച്ചും റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇത്തരം ദൃശ്യങ്ങൾ കണ്ട് ഈ മലയാളത്തിലെ നടന്മാർ ചിരിക്കുമായിരുന്നെന്നും കമൻറ്റ് പറയുമായിരുന്നെന്നും ഒരിക്കൽ ഇവർക്കത് കാണേണ്ടി വന്നെന്നും തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെയാണ് അവർ വിവരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന മലയാള സിനിമാ മേഖലയ്ക്ക് ഇവരുടെ ഈ വെളിപ്പെടുത്തൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ജനങ്ങൾ മലയാള സിനിമയെയും മലയാള സിനിമാ നടീനടന്മാരെയും പ്രവർത്തകരെയും ഒക്കെ അറപ്പോടെയും വെറുപ്പോടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ സിനിമ കാണാൻ ആൾ വരുന്നില്ല. പല റിലീസ് ചെയ്യേണ്ട പല ചിത്രങ്ങളും റിലീസിങ് ദിവസം മാറ്റിവെക്കുന്നു. കാരണം ആർക്കും ഒരു ആത്മവിശ്വാസമില്ല, ഇപ്പോൾ ഇറങ്ങിയാൽ ജനങ്ങൾ സിനിമ കാണില്ല, അങ്ങനെ സിനിമ നഷ്ടം വരും. തീർച്ചയായിട്ടും ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ സിനിമയെന്നല്ല ഏത് മേഖലയും അത് തന്നെയാണ്. ജനങ്ങൾ കൈയൊഴിഞ്ഞാൽ പിന്നെ ഒരു ബിസിനസ്സും എന്ത് കലയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എത്ര നല്ല സിനിമ ഇറക്കട്ടും കാര്യമില്ല, ജനങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ പരാജയം തന്നെയായിരിക്കും ഫലം. എല്ലാ കാലത്തും
തങ്ങൾക്ക് രാജാക്കന്മാരെ പോലെ അല്ലെങ്കിൽ റാണിമാരെ പോലെയൊക്കെ ജീവിക്കാം എന്ന് ചിലരൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നിലത്തിറക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇതേപോലുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള ചില വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുമ്പോഴാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളൊന്നും സങ്കല്പിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ, അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ, ഒരുപക്ഷെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കാൾ മോശപ്പെട്ട കാര്യങ്ങൾ സിനിമാ സെറ്റുകളിലും മറ്റും നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു അറിവ് ശരിക്കും നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്.